പ്രതികാര കല്യാണം. രചന കൺമഷി. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. നിന്നെ ഞാൻ കെട്ടിയത് ഇവിടുത്തെ കെട്ടിലമായിട്ട് വാഴിക്കാനല്ല, പ്രതികാരത്തിനാ. അളകുനന്ദയുടെ കയ്യിലെ പാലുകപ്പ് ചെറുതായി വിറച്ചു. മുറി മുഴുവൻ മുല്ലപ്പൂവിന്റെ മണമായിരുന്നു. സ്വർണ്ണ നിറമുള്ള വിളക്കുകളുടെ വെളിച്ചത്തിൽ പുതുവധുവായി നിന്ന അവളുടെ കണ്ണുകളിൽ ഭയം മാത്രം നിറഞ്ഞു നിന്നു. മുന്നിൽ നിൽക്കുന്ന രുദ്രദേവ് അവൾ നോക്കിയിരുന്ന കണ്ണുകളിൽ സ്നേഹമില്ലായിരുന്നു, കത്തുന്ന വെറുപ്പ് മാത്രം. എന്താ എന്താ പറഞ്ഞേ? അളകുനന്ദയുടെ ശബ്ദം പൊട്ടിപ്പോയി. രുദ്രദേവ് ചിരിച്ചു. പക്ഷേ ആ ചിരിയിൽ പുച്ഛമായിരുന്നു. നിന്നെ ഞാൻ വിവാഹം കഴിച്ച് സ്നേഹിക്കാനാണെന്ന് വിചാരിച്ചോ നീ? അവനോട് അടുത്തേക്ക് നടന്നു. നിന്റെ അച്ഛൻ മഹാദേവൻ എന്റെ അച്ഛന്റെ ബിസിനസ് പാർട്ണറായിരുന്നു. നന്ദൻ ഞെട്ടിയവനെ നോക്കി. 20 വർഷം മുമ്പ് എന്റെ അച്ഛനെ അയാൾ ചതിച്ചു. മുഴുവൻ കടവ് എന്റെ അച്ഛന്റെ തലയിൽ കെട്ടിവെച്ചു. കോടികളുടെ ബാധ്യത, അപമാനം, കേസ്. രുദ്രന്റെ കണ്ണുകൾ ചുവന്നു. ഒരു രാത്രി ഞാൻ കുഞ്ഞായിരുന്നപ്പോ എന്റെ അച്ഛനും അമ്മയും ഫാൻ തൂങ്ങി മരിച്ച് ഞാൻ കണ്ടു. നന്ദയുടെ കയ്യിൽ നിന്നും പാലുകപ്പ് നിലത്തേക്ക് വീണ് പൊട്ടി. ഞാൻ മിണ്ടരുത്! രുദ്ര അലറി. അവളുടെ ശരീരം വിറച്ചു. ഞാൻ ജീവിച്ച അനാഥാലയത്തിലാ. ഓരോ രാത്രി എന്റെ അമ്മയുടെ കരച്ചിൽ കേട്ട് ഉറങ്ങിയ ഞാൻ ഇന്ന് വരെ ഒരു ദിവസം പോലും സമാധാനമായിട്ട് ഉറങ്ങിയിട്ടില്ല. പിന്നെ അങ്ങോട്ടെല്ലാം വെട്ടിപ്പിടിക്കാനുള്ള വാശിയായിരുന്നു. കുറെ പണം സമ്പാദിച്ചു. പക്ഷേ അയാൾ ചെയ്തതിന് പകരം ചോദിക്കാൻ എനിക്ക് സമാധാനം കിട്ടില്ല. അവനവളുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി. അതുകൊണ്ടാ നിന്നെ വിവാഹം കഴിച്ച് മഹാദേവന്റെ മകൾ സന്തോഷത്തോടെ ജീവിക്കരുത്. നന്ദയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നീ അവന്റെ മകളായി ജനിച്ചു, അതാ നിന്റെ തെറ്റ്. അയാളുടെ മുമ്പിൽ ഞാൻ നല്ലൊരു ഭർത്താവായിട്ട് അഭിനയിക്കും. മകളെ ഭർത്താവ് സ്നേഹിക്കുന്നുണ്ട്, അയാൾ സന്തോഷിക്കട്ടെ. പിന്നീട് നിന്നെ ഞാൻ ഉപേക്ഷിക്കും. താൻ കാരണം ഭർത്താവ് ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് നിൽക്കുന്ന മകളെ കണ്ട് അയാളുടെ ഹൃദയം പൊട്ടണം. ആ വാക്കുകൾ അവളുടെ ഹൃദയം കീറി മുറിച്ചു. ഞാൻ പറയുന്നത് കേൾക്ക്. അയാളെ ന്യായീകരിക്കാൻ നോക്കണ്ട. രുദ്ര അവളോട് പൊട്ടിത്തെറിച്ചു. പെട്ടെന്ന് വന്ന വിവാഹാലോചനയാണ് രുദ്രന്റെ. സമ്മതിക്കല്ലാതെ വേറെ വഴിയിലായിരുന്നു. 2 ആഴ്ച കൊണ്ട് വിവാഹം നടന്നു. കല്യാണത്തിന് മുമ്പ് പെണ്ണ് കാണാൻ വന്നപ്പോഴൊന്നും കണ്ടതല്ലാതെ ഇതുവരെ തന്നോട് സംസാരിച്ചിട്ടില്ല. താലി കെട്ടുമ്പോൾ പോലും തന്റെ മുഖത്തേക്കും നോക്കിയിട്ടില്ല. അധികം സംസാരിക്കാതെ പ്രകൃതമാണെന്ന് ആദ്യം വിചാരിച്ച്. ഇതായിരുന്നല്ലേ കാരണം? അവൾ മനസ്സിലോർത്തു. ഇനി മുതൽ രുദ്ര അവളുടെ താലി പിടിച്ചു. ഈ വീട്ടിൽ നീ എന്റെ ഭാര്യയാണ്, പേരിന് മാത്രം. എന്റെ ജീവിതത്തിൽ നിനക്കൊരു സ്ഥാനമില്ല. നന്ദ താലി പിടിച്ച് കരഞ്ഞു. നീ കരയാൻ കിടക്കുന്നേയുള്ളൂ. ഇനി നീ അനുഭവിക്കണം നിന്റെ അച്ഛൻ എന്റെ കുടുംബത്തെ നശിപ്പിച്ചതിന്റെ വില. നന്ദ കരഞ്ഞോണ്ട് നിലത്തേക്കിരുന്നു. കട്ടിലിൽ കിടക്കാൻ നോക്കണ്ട. രുദ്രന്റെ തണുത്ത ശബ്ദം കേട്ട് നന്ദ ഞെട്ടി തല ഉയർത്തി. നിനക്കുള്ള സ്ഥലം അവിടെയാണ്. ആ നിലത്തേക്ക് വിരൽച്ചുകൊണ്ടി കണ്ണുനീർ തുടച്ചുകൊണ്ട് നന്ദ പതുക്കെ ഒരു തലയിണം പുതപ്പെടുത്ത് നിലത്തേക്ക് കിടന്നു. പട്ടുസാരിയിൽ ചുരുണ്ടു കിടന്ന് കരച്ചിലടക്കാൻ ശ്രമിക്കുന്ന അവളെ കണ്ടപ്പോൾ രുദ്രന്റെ ഹൃദയം ഒരു നിമിഷം ചെറുതായി വിങ്ങി. അവൾ എന്ത് തെറ്റ് ചെയ്തെന്നൊരു ചിന്ത മനസ്സിലൂടെ മിന്നിപ്പോയി. പക്ഷെ അടുത്ത നിമിഷം തന്നെ ഫാനിൽ തൂങ്ങി നിൽക്കുന്ന തന്റെ അച്ഛനെ അമ്മയെ ഓർമ്മ വന്നു. അവന്റെ കണ്ണുകൾ വീണ്ടും കടുപ്പമായി. ശത്രുവിനോട് കരുണ കാണിക്കരുത് രുദ്ര, സ്വയം മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ മുഖം തിരിച്ച് കിടന്നു. രാവിലെ കണ്ടുറന്നപ്പോൾ നന്ദ ആദ്യം കണ്ടത് ബാൽക്കണിയിൽ നിന്നിരുന്ന രുദ്രനെയായിരുന്നു. അവന്റെ മുഖത്ത് ഇന്നലെ കണ്ട കോപമില്ല, പകരം ചെറിയൊരു ചിരി. ലവ് യു ചക്കരയുമ്മ. ഫോണിലൂടെ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ ശബ്ദത്തിലെ സ്നേഹവും കൊഞ്ചലും കേട്ട് നന്ദയുടെ ഹൃദയം വേദനിച്ചു. സ്വന്തം ഭർത്താവ് മറ്റൊരാളോട് അങ്ങനെ സംസാരിക്കുന്ന കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഫോൺ കട്ട് ചെയ്ത് അകത്ത് വന്ന രുദ്രൻ അവളുടെ കണ്ണുനീർ കണ്ടു. എന്താ ഇപ്പോഴേ ഭാര്യയുടെ അവകാശം കാണിക്കാൻ തുടങ്ങിയോ? നന്ദ വേദനയോടെ അവനെ നോക്കി. ഞാൻ ആരോട് വേണമെങ്കിലും സംസാരിക്കും, ആര് വേണമെങ്കിലും സ്നേഹിക്കും, അതിൽ നീ ഇടപെടണ്ട. ആ വാക്കിൽ കേട്ട നന്ദ നിശബ്ദമായി മുഖം തിരിച്ചു. അവളുടെ കണ്ണുനീർ വീണ്ടും തറയിൽ പതിച്ചു. അന്ന് രാവിലെ നന്ദ ഏറെ ശ്രദ്ധയോടെ പ്രഭാത ഭക്ഷണം തയ്യാറാക്കി. രുദ്രന് മുമ്പിൽ ദോശയും ചമ്മന്തിയും വെക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. രുദ്രൻ ഒരു കഷ്ണം കഴിച്ചു. അവരറിയാത്തന്നെ ഒരു നിമിഷം നിന്നു. അമ്മ ഉണ്ടാക്കാറുണ്ടായിരുന്ന രുചി പോലെ. പക്ഷെ അടുത്ത നിമിഷം തന്നെ അവൻ മുഖം കടുപ്പിച്ചു. ഇതൊക്കെയാണോ ഭക്ഷണം? ഉപ്പുമില്ല, രുചിയുമില്ല. നന്ദയുടെ മുഖം മങ്ങിപ്പോയി. സോറി, ഞാൻ വേറെ ഉണ്ടാക്കാം. അവൾ പതുക്കെ പ്ലേറ്റ് എടുക്കാൻ ശ്രമിച്ചപ്പോൾ രുദ്രനെ തടഞ്ഞു. വേണ്ട, വിശക്കുന്നുകൊണ്ട് കഴിക്കുന്ന. ആ വാക്കുകൾ അവളുടെ ഹൃദയം വീണ്ടും നിശബ്ദമായി വേദനിപ്പിച്ചു. ഓഫീസിലേക്ക് പോകാൻ തയ്യാറാകുമ്പോൾ പോലും രുദ്രന്റെ മുഖത്തൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. കോട്ട് ധരിച്ച് പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് അവൻ നന്ദയുടെ മുന്നിൽ വന്ന് നിന്നു. ഇവിടെ നടക്കുന്നു നിന്റെ അച്ഛനോട് പറയരുത്. നന്ദ ഭയത്തോടെ അവൻ നോക്കി. പറഞ്ഞാ? അവനവളുടെ മുഖത്ത് ചേർന്ന് ചുണ്ടുകൾ കടിച്ചു. ഞാൻ നിന്നെ കൊല്ലും. അതും പറഞ്ഞ വാതിലടച്ച് പുറത്തേക്ക് പോയി. ആ വലിയ വീട്ടിൽ ഒറ്റക്കായി നിന്ന നന്ദയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ പതുക്കെ ഒഴുകി. അവൾക്ക് ആ നിശബ്ദത പോലും ഭയമായി തോന്നി. വൈകുന്നേരം രുദ്രൻ വീട്ടിലെത്തിയപ്പോൾ നന്ദ ഭയത്തോടെ അവന്റെ അടുത്തേക്ക് നടന്നു. എന്തോ പറയണമെന്ന പോലെ അവളുടെ വിരലുകൾ തമ്മിൽ കോർത്തു പിടിച്ചു. എനിക്ക് കോളേജിൽ പോകണം. രുദ്രൻ അവളെ തണുത്ത കണ്ണോടെ നോക്കി.
എന്തിന്? ഇനി 2 മാസം കൂടി എൻ്റെ കോഴ്സ് തീരാൻ. അവൻ്റെ മുഖം പെട്ടെന്ന് കടുപ്പമായി. പഠിക്കാനാണോ അതവിടെ നിനക്ക് വല്ലവനുണ്ടോ? ആ വാക്കിൽ കേട്ട് വീണ്ടും നന്ദയുടെ കണ്ണുകൾ നിറഞ്ഞു. അങ്ങനെയൊന്നുമില്ല, പ്ലീസ് എൻ്റെ പഠനം മാത്രം തീർക്കാൻ അനുവദിക്കൂ. ആൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ രുദ്രൻ കുറച്ച് നിമിഷം മിണ്ടാ നിന്നു. ആൾ വിറയുന്ന ശബ്ദം കേട്ട് അവൻ്റെ ഉള്ളിൽ ചെറിയൊരു കരുണ തോന്നി. പക്ഷെ അത് മുഖത്ത് കാണിക്കാവൻ തിരിഞ്ഞു. പോവാം. നന്ദൻ ഞെട്ടി അവനെ നോക്കി. പക്ഷെ ഒരു കാര്യം ഓർത്തോ, എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ നീ കരുതണ്ട. അവൻ അടുത്തേക്ക് വന്ന് പറഞ്ഞു. ഞാനാ നിന്നെ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന തിരികെ കൊണ്ടുവരുന്നു. അടുത്ത ദിവസം രാവിലെ രുദ്രൻ തന്നെയായിരുന്നു നന്ദയെ കോളേജിലേക്ക് കൊണ്ടുപോയത്. കാറിൽ മുഴുവൻ നിശബ്ദതയായിരുന്നു. നന്ദ ഭയത്തോടെ ജനലിന്റെ പുറത്തേക്ക് നോക്കിയിരുന്നു. കോളേജിന്റെ മുന്നിൽ കാർ നിർത്തിയപ്പോൾ രുദ്രൻ അവളെ നോക്കി. ക്ലാസ് കഴിഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരണം. നന്ദ പതുക്കെ തലകുലുക്കി. അവൻ വീണ്ടും കടുപ്പത്തോടെ പറഞ്ഞു. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് എങ്ങോട്ടെങ്കിലും പോവാന്ന് വിചാരിച്ചാ നല്ലതാവില്ല. നന്ദയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ഇനി ചിന്തിക്കാനും പാടില്ല. ആ വാക്കുകൾ പറഞ്ഞ് രുദ്രൻ അവളെ കുറച്ച് നിമിഷം നോക്കി നിന്നു. പിന്നെ കാർ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നും പോയി. വൈകുന്നേരം നന്ദയെ കൂട്ടാൻ കോളേജിന് മുന്നിലെത്തിയ രുദ്രന്റെ കണ്ണുകൾ പെട്ടെന്ന് അവളിൽ പതിഞ്ഞു. ഒരാൺകുട്ടിയോട് സംസാരിച്ചിരിക്കായിരുന്നു നന്ദ. ആ ചിരി കണ്ട നിമിഷം രുദ്രൻ അറിയാതെ അവളെ നോക്കി നിന്നു. ഇത്ര ദിവസത്തിനിടയിൽ ആദ്യമായിട്ടാണ് അവളുടെ മുഖത്ത് ഇങ്ങനെ ഒരു ചിരി കാണുന്നത്. ചിരിക്കുമ്പോൾ ഇവൾക്ക് ഇത്ര ഭംഗിയാണോ? ഒരു നിമിഷം അവൻ ചിന്തിച്ചു. പക്ഷേ അടുത്ത നിമിഷം തന്നെ അവന്റെ മുഖം കടുപ്പമായി. എന്താ രുദ്ര, മറക്കണ്ട, ഇവള് നിന്റെ ശത്രുവിന്റെ മകളാ. നന്ദ കാർണരിയിലേക്ക് വന്നപ്പോൾ അവളുടെ ചിരി പതുക്കെ മങ്ങി. തിരിച്ചു പോകുന്ന വഴിയിൽ കുറച്ചേരം മിണ്ടാതിരുന്ന രുദ്രൻ പെട്ടെന്ന് ചോദിച്ചു. ആരാവൻ? നന്ദ അവനെ നോക്കി. അരുൺ, എന്റെ ഫ്രണ്ടാ. രുദ്രൻ സ്റ്റിയറിംഗിൽ പിടിമുറുക്കി. അതിൽ കൂടുതലൊന്നും അവൻ പറഞ്ഞില്ല. പക്ഷെ അവന്റെ ഉള്ളിൽ എന്തോ അസ്വസ്ഥത പടരാൻ തുടങ്ങിയിരുന്നു. അന്ന് രാത്രി മഹാദേവൻ വിളിച്ച് അടുത്ത ദിവസത്തേക്ക് രണ്ടുപേരെയും വിരുന്നിന് ക്ഷണിച്ചു. രുദ്രൻ ഒട്ടും ആലോചിക്കാൻ സമ്മതിച്ചു. അടുത്ത ദിവസം വിരുന്നിനെത്തിയപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ രുദ്ര ഒരു സ്നേഹമുള്ള ഭർത്താവിന്റെ വേഷം അത്ഭുതകരമായി അഭിനയിച്ചു. നന്ദയുടെ ചുമലിൽ കൈവയ്ക്കുകയും അവൾക്ക് ഭക്ഷണം എടുത്തു കൊടുക്കുകയും ചെയ്തു. പക്ഷെ അവൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു. മഹാദേവൻ നന്ദയുടെ അടുത്തേക്ക് വരുമ്പോഴെല്ലാം അവൾ ചെറുതായി അസ്വസ്ഥയാവുന്നു. അവളുടെ ചിരി മങ്ങിപ്പോകുന്നു. കണ്ണുകളിൽ ഭയം തെളിയുന്നു. അയാളെ പേടിയാണ് ഇവൾക്ക്. രുദ്ര മനസ്സിൽ ചിന്തിച്ചു. അല്ലെങ്കിൽ മിണ്ടുന്നാണ്ടോ ഞാൻ എന്തെങ്കിലും പറയുന്നു പേടിച്ചിട്ടാവും. അവൻ സംശയത്തോടെ നന്ദയെ നോക്കി. പാർട്ടി കഴിഞ്ഞപ്പോൾ മഹാദേവൻ രുദ്രന്റെ അടുത്തേക്ക് വന്നു. ഇന്നിവിടെ നിന്നോ മോനെ? കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടല്ലേ വീട്ടിൽ വരുന്നേ? രുദ്രൻ ചെറുതായി ചിരിച്ചു. ഓഫീസിൽ കുറച്ച് വർക്ക് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ പോകണം. അത് കേട്ട് മഹാദേവൻ നന്ദയെ നോക്കി. എങ്കിൽ നീ ഇവിടെ നിന്നോ മോളെ? ആ വാക്കുകൾ കേട്ട നിമിഷം നന്ദയുടെ മുഖം പെട്ടെന്ന് മാറി. കണ്ണുകളിൽ ഭയം നിറഞ്ഞു. ഇല്ല ചാ, ഞാൻ രുദ്രേട്ടന്റെ കൂടെ പോവാം. അവളുടെ ശബ്ദം ചെറുതായി വിറച്ചിരുന്നു. ഒരു രാത്രി നിന്നാലെന്താ മോളെ? മഹാദേവൻ വീണ്ടും നിർബന്ധിച്ചു. നന്ദ പെട്ടെന്ന് രുദ്രന്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു. എനിക്ക് പോകണം. അവളുടെ കണ്ണുകളിലെ ഭയം കണ്ട രുദ്രൻ ചെറുതായി നെറ്റി വിളിച്ചു. അപ്പോഴാണ് നന്ദയുടെ അമ്മ പതുക്കെ പറഞ്ഞത്. വിവാഹം കഴിഞ്ഞ പെണ്ണല്ലേ, ഭർത്താവിന്റെ കൂടെയായിരിക്കും അവൾക്ക് നല്ലത്, പോട്ടെ. മഹാദേവൻ അതിനുശേഷം ഒന്നും പറഞ്ഞില്ല. പക്ഷേ നന്ദയുടെ ഭയന്ന മുഖം രുദ്രന്റെ മനസ്സിലൊരു സംശയം കൂടി വിതച്ചു. വീട്ടിലെത്തിയ ശേഷം മുറിയിലേക്ക് കയറി രുദ്രൻ കുറച്ചു നേരം മിണ്ടാ നിന്നു. നന്ദ തലകുനിച്ച് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അവൻ ചോദിച്ചു. എന്നെ ബോധിപ്പിക്കാനാണോ വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ലാത്ത പോലെ അഭിനയിക്കുന്നേ? നന്ദ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. ഇതൊക്കെ കണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുമെന്ന് നീ കരുതണ്ട. അവന്റെ ശബ്ദത്തിൽ പതിവിലും കടുപ്പമുണ്ടായിരുന്നു. അത് കേട്ട നിമിഷം നന്ദയുടെ കണ്ണുകൾ നിറഞ്ഞു. അവളൊന്നും പറഞ്ഞില്ല. കണ്ണുനീർ മാത്രം പതുക്കെ കവിളിലൂടെ ഒഴുകി. രുദ്രൻ അവളെ നോക്കി നിന്നു. ആ കരച്ചിൽ എന്തോ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവന് തോന്നി. പക്ഷെ അവൾ വീണ്ടും നിശബ്ദമായി മുഖം തിരിച്ചു. ആ രാത്രി നന്ദ കിടക്കയുടെ അരികിലിരുന്ന് നോട്ടീസിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്ത്. അരുൺ കോളിംഗ്. സ്ക്രീനിൽ തെളിഞ്ഞ പേര് രുദ്രന്റെ കണ്ണിൽ പെട്ടു. നന്ദ ഭയത്തോടെ അവനെ നോക്കി ശേഷം കോൾ എടുത്തു. ഹലോ അരുൺ, പറയൂ. അതെ, നാളത്തെ നോട്ട്സ് ഒന്ന് അയച്ചു തരുമോ? അരുൺ ചോദിച്ചു. ആ, ഞാൻ ഫോട്ടോ എടുത്ത് അയക്കാം. അവൾ സാധാരണ പോലെ സംസാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ മറുവശത്തിരുന്ന രുദ്രന്റെ മുഖം പതുക്കെ കടുപ്പമാകുകയായിരുന്നു. അതെന്തിനാണെന്ന് അവന് മനസ്സിലായില്ല. പക്ഷെ അവൾ മറ്റൊരു ആൺകുട്ടിയോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ടപ്പോൾ ഉള്ളിലൊരു അസ്വസ്ഥ പടർന്നു. എന്താണ് തനിക്ക്? സ്വയം മനസ്സിൽ ചോദിച്ചെങ്കിലും അടുത്ത നിമിഷം തന്നെ അവൻ മുഖം തിരിച്ചു. നന്ദ വീണ്ടും നോട്ട്സ് എഴുതാൻ തുടങ്ങിയപ്പോൾ രുദ്രൻ പുസ്തകത്തിലേക്ക് നോക്കി ചോദിച്ചു. അവന് സ്വന്തമായിട്ട് എഴുതാറിയില്ലേ? നന്ദ തലയുയർത്തി അവരെ നോക്കി. അരുൺ പഠിക്കാൻ അല്പം വീക്കാ. കോളേജിൽ എപ്പോഴും നോട്ട്സ് അസൈൻമെന്റ് ഒക്കെ ഞാൻ തന്നെയാണ് എഴുതി കൊടുക്കാറ്. അത് കേട്ട നിമിഷം രുദ്രന്റെ മുഖം കടുപ്പമായി. എപ്പോഴും? അവനറിയാതെ ചോദിച്ചു. നന്ദ പതുക്കെ തലകുലുക്കി വീണ്ടും എഴുതാൻ തുടങ്ങി. രുദ്രന്റെ ഉള്ളിൽ വീണ്ടും അസ്വസ്ഥത പടർന്നു. മറ്റൊരാളിന് വേണ്ടി അവൾ ഇങ്ങനെ സമയം ചെലവഴിക്കുന്നവന് സഹിക്കാനായില്ല. പക്ഷെ ആ വികാരം പുറത്തു കാണിക്കാതെ അവൻ കിടക്കയിലേക്ക് തിരിഞ്ഞിടന്നു. ലൈറ്റ് ഓഫ് ചെയ്യ്, എനിക്ക് ഉറങ്ങണം. നന്ദ പെട്ടെന്ന് എഴുതുന്ന നിർത്തി. പകുതി പോലും തീരാത്ത നോട്ട്സിലേക്ക് നോക്കി അവൾ പതുക്കെ ലൈറ്റ് ഓഫ് ചെയ്തു. വാരാന്ത്യത്തിലെ രാവിലെ നന്ദ ഇളനീല ധാവണി അണിഞ്ഞ് മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. മുടിയിൽ മുല്ലപ്പൂവും നെറ്റിയിൽ ചെറിയ കുങ്കുമപ്പൊട്ടും. അവളെ കണ്ട നിമിഷം രുദ്രന്റെ കണ്ണുകൾ അറിയാതെ അവളിൽ തന്നെ നിന്നു. ഇത്ര സുന്ദരിയാണ് ഇവള്.
ഒരു നിമിഷം അവന്റെ മനസ്സ് പതറി. പക്ഷെ അത് മുഖത്ത് കാണിക്കാതെ അവൻ വീണ്ടും പത്രത്തിലേക്ക് നോക്കി. എവിടേക്കാ? ക്ഷേത്രത്തിൽ പോകണം, നന്ദ പതുക്കെ പറഞ്ഞു. രുദ്രൻ അവളെ വീണ്ടും നോക്കിയ ശേഷം മുഖം തിരിച്ചു. 10 മിനിറ്റ് കൊണ്ട് റെഡിയാവും, ഞാൻ കൊണ്ടുപോകാം. അവന്റെ ശബ്ദം പതിവ് പോലെ തണുത്തായിരുന്നെങ്കിലും നന്ദയുടെ ധാവണിയിൽ നിന്ന് കണ്ണുകൾ മാറ്റാൻ അവന് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. അപ്പോഴായിരുന്നു മേശപ്പുറത്ത് കിടന്നിരുന്ന നന്ദയുടെ ഫോൺ അറിയാതെ രുദ്രന്റെ കണ്ണിൽപ്പെട്ട് സ്ക്രീനിൽ അരുൺ അയച്ച മെസ്സേജ് തെളിഞ്ഞു. ഡോണ്ട് വറി, ഐ ആം വിത്ത് യു, എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. ആ വരികൾ വായിച്ച നിമിഷം രുദ്രന്റെ മുഖം കോപത്തിൽ ചുവന്നു. അപ്പൊ എല്ലാവരോട് നീ പറഞ്ഞല്ലേ? നന്ദൻ ഞെട്ടി അവന്റെ അടുത്തേക്ക് ഓടി വന്നു. ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. കള്ളം പറയണ്ട. കോപത്തിൽ നിയന്ത്രണം വിട്ട രുദ്രൻ അവളെ പിടിച്ച് നിലത്തേക്ക് തള്ളി. നിയന്ത്രണം വിട്ട നന്ദ പിന്നിലേക്ക് വീണ് ഗ്ലാസ് സ്റ്റാൻഡിൽ ഇടിച്ചു. ഗ്ലാസ് പൊട്ടിച്ചിതറി. അവളുടെ കൈകളിലും കാലുകളിലും മുറിവുകൾ പറ്റി രക്തമൊഴുകാൻ തുടങ്ങി. ആ കാഴ്ച 2 നിമിഷം രുദ്രന്റെ കോപം ഒറ്റ നിമിഷം ഇല്ലാതായി. നന്ദ! അവൻ ഭയന്ന് അവളുടെ അടുത്തേക്ക് ഓടി. കൈകളിൽ രക്തം നിറഞ്ഞു കണ്ടപ്പോൾ അവന്റെ കൈകൾ പോലും വിറച്ചു. ഡാമിറ്റ്! ഉടനെ ഡോക്ടറെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തി. നന്ദയുടെ മുറിവിൽ ബാൻഡേജിന് രുദ്രം മിണ്ടാ നിന്നു. ഡോക്ടർ പോയ ശേഷവും അവന്റെ കണ്ണുകൾ നന്ദയുടെ കയ്യിലെ ബാൻഡേജിൽ തന്നെയായിരുന്നു. ആദ്യമായി അവളെ വേദനിപ്പിച്ചതിന്റെ കുറ്റബോധം അവന്റെ ഉള്ളിൽ നിന്ന് ശ്വാസം മുട്ടിച്ചു. മരുന്ന് കഴിച്ച ശേഷം നന്ദ പതുക്കെ ധാവണിയുടെ പിന്നഴിക്കാൻ ശ്രമിച്ചു. പക്ഷെ കയ്യിലെ ബാൻഡേജ് കാരണം വിരലുകൾ ശരിയായി ചലിക്കാനായില്ല. വേദനയോടെ അവൾ കണ്ണടച്ചു. അത് കണ്ടുകൊണ്ടാണ് രുദ്രൻ മുറിയിലേക്ക് വന്നത്. രുദ്രൻ കുറച്ചു നേരം മിണ്ടാകുന്ന ശേഷം അവളുടെ അടുത്തേക്ക് നടന്നു. ഞാൻ ചെയ്യാം. നന്ദ പെട്ടെന്ന് പിന്നോട്ട് മാറി. വേണ്ട, ഞാൻ ചെയ്തോളാം. അവളുടെ ശബ്ദത്തിൽ ഭയമുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ രുദ്രന്റെ കണ്ണുകളിൽ ഒരു നിമിഷം വേദന മിന്നി. അത് പുറത്ത് കാണിക്കാതെ അവൻ ദേഷ്യത്തിന്റെ മുഖം മൂടി അണിഞ്ഞു. ഞാൻ നിന്നെ റേപ്പ് ചെയ്യാറൊന്നും പോകുന്നില്ല, അവൻ കടുപ്പിച്ച് പറഞ്ഞു. നന്ദ മിണ്ടാ നിന്നു. രുദ്രൻ പതുക്കെ അവളുടെ തോളിനരികിലേക്ക് കൈ നീട്ടി ധാവണിയുടെ പിന്നഴിച്ചു. അവന്റെ വിരലുകൾ അറിയാതെ അവളുടെ തൊലിയിൽ സ്പർശിച്ചപ്പോൾ നന്ദയുടെ ശ്വാസം ചെറുതായി വിറച്ചു. അഴിച്ച ധാവണിയുടെ പിന്നെ അവളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ഒരു നിമിഷം അവരുടെ കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു. ആദ്യമായിട്ടാണ് രുദ്രന്റെ സ്പർശനത്തിൽ നന്ദക്ക് ഭയം മാത്രമല്ലാതെ മറ്റെന്തോ തോന്നിയത്. അതേസമയം അവളെ ഇത്ര അടുത്തുനിന്ന് കണ്ടപ്പോൾ രുദ്രന്റെ ഹൃദയം അപ്രതീക്ഷിതമായി അസ്വസ്ഥമായി മിടിച്ചു. ധാവണിയുടെ പിന്നഴിഞ്ഞ നിമിഷം അത് പതുക്കെ അവളുടെ തോളിൽ നിന്ന് വഴുതി താഴേക്ക് വീണു. അയ്യോ! നന്ദ പെട്ടെന്ന് ഞെട്ടി കൈകൾ കൊണ്ട് ശരീരം മറക്കാൻ ശ്രമിച്ചു. പക്ഷേ ബാൻഡേജ് കിട്ടിയ കൈകൾക്ക് ശരിയായി ചലിക്കാനായില്ല. അവളുടെ കണ്ണുകളിൽ നാണവും ഭയവും നിറഞ്ഞു. ആ കാഴ്ച കണ്ട നിമിഷം രുദ്രനുടനെ മുഖം തിരിച്ചു. സോറി, അവൻ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു. നന്ദ വേഗം ധാവണി നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിന്നു. മുറിയിലാകെ ഒരു അസ്വസ്ഥത പടർന്നു. പക്ഷെ തിരിഞ്ഞു നിന്നിട്ടും രുദ്രന്റെ ഹൃദയം സാധാരണമായി മിടിക്കുകയായിരുന്നു. അവളെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കരുതെന്ന് മനസ്സ് പറഞ്ഞിട്ടും അവളുടെ വിറയുന്ന കണ്ണുകളും നാണം നിറഞ്ഞ മുഖവും അവന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും തെളിഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നന്ദ പതുക്കെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. കാലിലെ മുറിവ് വേദനിച്ചതോടെ അവൾ വീണ്ടും തളർന്നു. അത് കണ്ട രുദ്രൻ തിരിഞ്ഞവളെ നോക്കി. എന്താ? വാഷ്റൂമിലേക്ക് പോകണം, അല്പം മടിയോടെ അവൾ പറഞ്ഞു. അവൾ എഴുന്നേൽക്കാൻ വീണ്ടും ശ്രമിച്ചെങ്കിലും ശരിയായി നടക്കാനായില്ല. വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. രുദ്രൻ കുറച്ചു നിമിഷം അവൾ നോക്കി നിന്നു. പിന്നെ ഒരു വാക്ക് പോലും പറയാതെ അവളുടെ അടുത്തേക്ക് നടന്നു. ഞാൻ സഹായിക്കാം. വേണ്ട, ഞാൻ പതുക്കെ പോവാം, നന്ദ പറഞ്ഞെങ്കിലും അടുത്ത നിമിഷം രുദ്രൻ അവളെ കൈകളിൽ എടുത്തിരുന്നു. അവൾ ഞെട്ടി അവന്റെ ഷർട്ടിൽ പിടിച്ചു. രുദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കാതെ വാഷ്റൂമിലേക്ക് ഉണ്ടാക്കി. പക്ഷെ അവളുടെ ശരീരത്തിന്റെ ചൂടും അവന്റെ നെഞ്ചിൽ പതിഞ്ഞ വിരലുകളും അവന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കിയിരുന്നു. രാത്രിയിൽ മരുന്ന് കഴിക്കേണ്ട സമയമായപ്പോൾ നന്ദയ്ക്ക് കൈ ഉയർത്തി ഭക്ഷണം പോലും കഴിക്കാനായില്ല. അവൾ ബുദ്ധിമുട്ടുന്ന കണ്ട രുദ്രൻ മിണ്ടാതെ പ്ലേറ്റ് കയ്യിലെടുത്തു. വായോർക്ക് നന്ദൻ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. ഞാൻ തന്നെ കഴിച്ചോളാം, ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ കയ്യതി അനക്കരുതെന്ന്. അവൻ കടുപ്പം നടിച്ചെങ്കിലും ശബ്ദത്തിൽ പഴയ കഠിനതയില്ലായിരുന്നു. രുദ്രൻ പതുക്കെ അവൾക്ക് ഭക്ഷണം കൊടുത്തു. ഓരോ തവണ അവൾ ബുദ്ധിമുട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന അവനെ നന്ദ മിണ്ടാതെ നോക്കി നിന്നു. ഇത്ര ദിവസവും വെറുപ്പും കോപവും മാത്രം കണ്ടിരുന്ന അവനിൽ നിന്ന് കിട്ടിയ ആ ചെറിയ കരുതൽ പോലും അവളുടെ ഹൃദയത്തെ സ്പർശിച്ചു. അന്ന് രാത്രി ആദ്യമായി നന്ദയുടെ മനസ്സിൽ രുദ്രനോട് സ്നേഹത്തിന്റെ ചെറിയൊരു വിത്ത് മുളച്ചു. ഒരാഴ്ചക്കുള്ളിൽ നന്ദയുടെ മുറിവുകൾ ഏറെക്കുറെ സുഖപ്പെട്ടു. അവൾ വീണ്ടും കോളേജിലേക്ക് പോകാൻ തുടങ്ങി. അന്ന് വൈകുന്നേരം പതിവ് പോലെ രുദ്രൻ അവളെ കൊണ്ടുപോകാൻ കോളേജിന് മുന്നിലെത്തി. പക്ഷേ സമയം കടന്നുപോയിട്ടും നന്ദ പുറത്തേക്ക് വന്നില്ല. അവന്റെ മുഖം പതുക്കെ കടുപ്പമായി. അവൾ വൈകിയാണ് കാർണറിയിലേക്ക് വന്നു. ഇത്രയും ലേറ്റായതെന്തിനാ? രുദ്രൻ ദേഷ്യത്തോടെ ചോദിച്ചു. അവളൊന്നും പറഞ്ഞില്ല. അവൻ കണ്ണുകൾ ചുരുക്കി അവളെ നോക്കി. ഓ, ആ അരുണിന്റെ കൂടെ കൊഞ്ചി കുഴഞ്ഞിരുന്നിട്ടുണ്ടാവും. നന്ദ തലവിനിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെ മുഖം അവൻ ശ്രദ്ധിച്ചത്. അത് ചുവന്നിരുന്നു. കണ്ണുകൾ കരഞ്ഞ് കലങ്ങിയതുപോലെ. രാവിലെ എഴുതിയ കൺമഷി കണ്ണുനീരിനോടൊപ്പം മുഖമാകെ പടർന്നിരുന്നു. ശരീരം വിറക്കുന്നുണ്ടായിരുന്നു. എന്താ സംഭവിച്ചേ? അവന്റെ ശബ്ദം നേർത്തിരുന്നു. അവൾ വീണ്ടും മിണ്ടാ നിന്നു. നിന്നോട് ചോദിച്ചു രുദ്രൻ അലറി. നന്ദൻ ഞെട്ടിയൊരു പടി പിന്നോട്ട് നീങ്ങി. പക്ഷെ അവൾ ഇപ്പോഴൊന്നും പറഞ്ഞില്ല. കണ്ണുനീർ മാത്രം അവളുടെ കവിളിലൂടെ ഒഴുകി തുടങ്ങി. പറ നന്ദ, രുദ്രൻ അവളുടെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് ചോദിച്ചു. നന്ദ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ക്ലാസ് കഴിഞ്ഞ് ഞാൻ ലൈബ്രറിയിൽ പോയിരുന്നു ഒരു ബുക്ക് എടുക്കാൻ.
ക്ലാസ് കഴിഞ്ഞുകൊണ്ട് ലൈബ്രറി ശൂന്യായിരുന്നു. ആൾ ബുക്ക് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പുറകിലാരോ നിൽക്കുന്ന പോലെ തോന്നിയത്. സിദ്ധാർത്ഥ് നന്ദയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. എന്താ മോളെ, കല്യാണം കഴിഞ്ഞിട്ട് നീ ഒന്നും തുടുത്തില്ലല്ലോ. നിന്റെ ഭർത്താവ് നിന്നെ വേണ്ട പോലെ പരിഗണിക്കുന്നില്ലേ? ഞാൻ ഫ്രീ ആണ് കേട്ടോ. വേണേ ഞാൻ നിന്നെ നല്ലപോലെ ഒന്ന് പരിഗണിക്കാം. ഒരു ഭക്ഷണം ചുവയോടെ അവളുടെ ദേഹം മൊത്തം ഒഴിഞ്ഞു നോക്കിക്കൊണ്ടാവും പറഞ്ഞു. നന്ദയ്ക്ക് ശരീരം വിറക്കുന്ന പോലെ തോന്നി. അവൾ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയതും സിദ്ധാർത്ഥ അവളുടെ കൈകൾ പിടിച്ചു. അങ്ങനെ അങ്ങ് പോയാലെങ്ങനെയാ? ഒരു ഭക്ഷണം നോടത്തോടാവൻ പറഞ്ഞു. എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ നന്ദ അവനെ തള്ളി മാറ്റി പുറത്തേക്ക് ഓടി. രുദ്രന്റെ മുഖം വലിഞ്ഞു മുറുകി, കണ്ണുകൾ ചുവന്നു. രുദ്ര ഒരു നിമിഷം മിണ്ടാ നിന്നു. അവന്റെ കൈകൾ പതുക്കെ മുറുകി. മുഖത്ത് കോപവും ആശങ്കയും ഒരുമിച്ച് തെളിഞ്ഞു. പക്ഷേ നന്ദയെ വീണ്ടും നോക്കിയപ്പോൾ അവളുടെ വിറയിലും കരച്ചിലും കണ്ട് അവന്റെ മുഖം കുറച്ച് അയഞ്ഞു. അവനൊരു വാക്ക് പോലും അധികം ചോദിച്ചില്ല. അവളുടെ കൈ പിടിച്ച് അവൻ കോളേജിനകത്തേക്ക് നടന്നു. ഏതവനാ? നന്ദ കൈ ചൂണ്ടി കാണിച്ചു. സിദ്ധാർത്ഥ് മരച്ചൂട്ടിൽ ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുകയായിരുന്നു. നല്ലൊരു ചാൻസ് ആയിരുന്നു, മിസ്സായി പോയി. സിദ്ധാർത്ഥ് ഫ്രണ്ട്സിനോട് പറഞ്ഞു തീരും മുന്നേ രുദ്രന്റെ ചവിട്ടുണ്ടാവും ദൂരേക്ക് തെറിച്ചു വീണിരുന്നു. എന്റെ ഭാര്യയെ ഞാൻ പരിഗണിക്കുന്നുണ്ടോ എന്ന് നിനക്ക് അറിയണോടാ? അവന്റെ എന്റെ ഭാര്യ എന്ന പ്രയോഗത്തിൽ നന്ദ കുരുങ്ങിപ്പോയി. ആദ്യമായിട്ടാണ് രുദ്രൻ അവളെ എന്റെ ഭാര്യ എന്ന് വിളിക്കുന്നത്. രുദ്രൻ ദേഷ്യം തീരുന്നവരെ അവനെ അടിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് അവന്റെ ദേഷ്യം കണ്ട് ആർക്കും പിടിച്ചു വെക്കാൻ ധൈര്യം വന്നില്ല. മതി രുദ്രേട്ടാ, ഇനി അടിച്ചവൻ മരിച്ചു പോകും. നന്ദ അവന്റെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ ഭയന്ന് വിറച്ച മുഖം കാണെ രുദ്രന്റെ ദേഷ്യം തണുത്തു. ഇനി ഒരിക്കലും നിന്റെ നിഴൽ പോലെ ഇവിടെ അടുത്തേക്ക് വരരുത്, മനസ്സിലായല്ലോ? ചോരിൽ കുളിച്ച് നിലത്തേടുന്നവനോട് രുദ്രൻ പറഞ്ഞു. നന്ദ രുദ്രന്റെ പിന്നിൽ നിന്ന് വിറച്ചു നിന്നു. ഒരു കനത്ത നോട്ട് കൂടി കൊടുത്ത് രുദ്രൻ നന്ദനയുടെ കയ്യും പിടിച്ച് അവിടെ നിന്ന് തിരിഞ്ഞടന്നു. കാറിൽ കയറിയപ്പോൾ മുഴുവൻ യാത്രയും നിശബ്ദമായിരുന്നു. പിന്നീട് അവൻ തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു. ഇത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നീ തെറ്റിദ്ധരിക്കരുത്. ചുമ്മാ നാട്ടുകാരെ ബോധിപ്പിക്കാൻ ചെയ്താ. നന്ദ അവനെ നോക്കി. എന്നിട്ടൊന്നും മിണ്ടാ പുറത്തേക്ക് നോക്കിയിരുന്നു. പക്ഷെ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അവളുടെ മനസ്സിൽ രുദ്രനോടുള്ള പ്രണയം മുട്ടിട്ടുകൊണ്ടിരുന്നു. ആ രാത്രി പുറത്ത് മഴ കനത്തുകൊണ്ടിരുന്നു. ഇടിമിന്നൽ ഇടയ്ക്കിടെ മുറി മുഴുവൻ വെളിച്ചു നിറച്ചു. ഇടി ശബ്ദം കേട്ട് നന്ദ നിലത്തൊരു കോണിലിരുന്ന് ഭയത്തോടെ പുതപ്പ് മുറുക്കെ പിടിച്ചു. ആ ഇടിയുടെ ശബ്ദത്തിൽ അവൾ ഞെട്ടി വിറച്ചു. അതുകൊണ്ട് രുദ്രൻ കണ്ണു തുറന്നു. അവളുടെ വിറയിൽ കണ്ടപ്പോൾ അവന് കാര്യം മനസ്സിലായി. ഇടി ഇത്രക്ക് പേടിയാണോ? നന്ദ ഒന്നും പറയാ തലകുലുക്കി. രുദ്രൻ കുറച്ച് നിമിഷം മിണ്ടാ നിന്നു. പിന്നെ പതുക്കെ പറഞ്ഞു. ഈടുവാ. നന്ദ മടിച്ചടുത്തേക്ക് വന്നപ്പോൾ അവൻ കട്ടിലിന്റെ ഒരു ഭാഗം അവൾക്ക് കാണിച്ചു. എവിടെ കിടന്നു? അവൾ വിറച്ചു കിടന്നു. ഇടിയിൽ ശബ്ദത്തിൽ അവളുടെ ശരീരം മുഴുവൻ കുലുങ്ങി. അതുകൊണ്ട് രുദ്രൻ നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും അറിയാതെ അവൾ തന്റെ അടുത്തേക്ക് വലിച്ചു ചേർത്തു. ഇങ്ങനെ പേടിക്കണ്ട. അവന്റെ ശബ്ദം ആദ്യമായി മൃദുവായിരുന്നു. നന്ദ അവന്റെ നെഞ്ചിൽ പതിയെ കൈവച്ചു. ആ ചൂടിൽ അവളുടെ വിറയൽ കുറയാൻ തുടങ്ങി. അവളുടെ ശരീരത്തിന്റെ ചൂടറിഞ്ഞപ്പോൾ ഒരു നിമിഷം രുദ്രന്റെ നിയന്ത്രണം നഷ്ടമായി. അവനവളുടെ മുഖത്തേക്ക് താഴ്ന്നു. ഒരു വന്യമായ ചുമ്മൻ അവളുടെ ചുണ്ടുകളിൽ പതിഞ്ഞു. ശ്വാസം വിലങ്ങുന്നവരെ അവൻ ആ ചുണ്ടുകളെ നുണഞ്ഞുകൊണ്ടിരുന്നു. ഒരാശ്രയത്തിനെന്നോണം നന്ദ വിറച്ചുകൊണ്ട് അവന്റെ ഷർട്ടിൽ പിടിമുറുക്കി. അതവന്റെ ആവേശം കൂട്ടിയതേയുള്ളൂ. അവൻ നന്ദയുടെ കഴുത്തിൽ മുഖം അമർത്തി ചുംബിച്ചുകൊണ്ടിരുന്നു. അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി. വേണ്ട രുദ്രേട്ടാ, നന്ദ ഒരു കരച്ചിലോടെ വിരുമ്പിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് അവന് സ്വഭാവം തിരിച്ചു വന്നത്. അടുത്ത നിമിഷം തന്നെ രുദ്രൻ പിന്മാറി മുഖം തിരിച്ചു. അവളുടെ നിറഞ്ഞ മിഴികൾക്കാണ് അവന്റെ ശബ്ദം കനത്ത കുറ്റബോധത്തോടെ വിറച്ചു. അവൻ കൈകൾ ചുരുട്ടി ഭിത്തിയിലിടിച്ചു. ഒരു നിമിഷം നിയന്ത്രണം വിട്ടു പോയതാണ്. അവളോട് എന്തൊക്കെയോ ഫീലിങ്സ് തോന്നുന്ന പോലെ അവന് തോന്നി. ഇല്ല, എല്ലാം തന്നെ തോന്നലാണ്. അവൾ എന്റെ ശത്രുവിന്റെ മകളാണ്. അവൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. മുറിയിൽ വീണ്ടും മഴ ശബ്ദം മാത്രമായി. അടുത്ത ദിവസം രാവിലെ മഹാദേവന്റെ ഫോൺ കോൾ രുദ്രന്റെ മൊബൈൽ വന്നു. മോനെ രുദ്ര, അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങുന്നുണ്ട്. നന്ദ വീട്ടിൽ വന്ന ഒരാഴ്ച നിൽക്കട്ടെ. കുറച്ചു ദിവസമായി അവൾ വന്നിട്ടേ. രുദ്രൻ കുറച്ചു നിമിഷം മിണ്ടാതെ കേട്ടു. അയാളുടെ ശബ്ദം കേട്ടതും രുദ്രൻ ദേഷ്യം വന്നെങ്കിലും അവൻ സ്വയം നിയന്ത്രിച്ചു. ശരിയെങ്കിൽ അവൻ വളരെ ശാന്തമായി പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തപ്പോൾ അവൻ നന്ദയെ നോക്കി. നിന്നെ തന്തയെ വിളിച്ച് നിന്നെ ഒരാഴ്ചത്തേക്ക് അങ്ങോട്ട് അയക്കണമെന്ന്. ആ വാക്കേട്ട നിമിഷം നന്ദയുടെ മുഖം മാറി. എനിക്ക് പോകാൻ ഇഷ്ടമല്ല. അവളുടെ ശബ്ദം പതുക്കെയായിരുന്നു. രുദ്രൻ അവളെ നോക്കി. നിനക്ക് നിന്റെ വീട്ടിൽ പോകാൻ ഇഷ്ടമല്ലേ? നന്ദ തലകുനിച്ചു. ഇല്ല. അവളുടെ കണ്ണുകളിൽ ചെറിയ ഭയവും ആശയക്കുഴപ്പവും തെളിഞ്ഞു. രുദ്രൻ കുറച്ചു നിമിഷം അവളെ നോക്കിയിരുന്നു. അതെന്താണ്? ഇന്നലെ ഞാനൊന്ന് തൊടുമ്പോഴേക്കും നിനക്ക് വല്ലാണ്ടെങ്കിൽ സൂഹിച്ചോ? എവിടെ നിന്ന് പോകാൻ തോന്നില്ലേ? രുദ്രൻ പുച്ഛത്തോടെ ചോദിച്ചു. നന്ദയുടെ കണ്ണുകൾ നിറഞ്ഞു. അപമാനത്താൽ അവൾ തലകുനിച്ചിരുന്നു. ചുണ്ടുകൾ വിതുമ്പി. അത് കാണെ ഒരു നിമിഷം അവന്റെ ഹൃദയം പിടഞ്ഞു. അവളുടെ അച്ഛനോടുള്ള ദേഷ്യത്തിൽ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. ഇന്നലെ താനാണ് സമ്മതം പോലും ചോദിക്കാതെ അങ്ങനെയൊക്കെ ചെയ്ത് പറഞ്ഞ് കൂടിപ്പോയെന്ന് അവന് തോന്നി. പക്ഷേ അത് പുറത്ത് കാണിക്കാതെ അവൻ ഓഫീസിലേക്ക് പോയി. നന്ദക്കന്ന് കോളേജിൽ ലീവായിരുന്നു. അവൻ പോയിട്ട് നന്ദ അനങ്ങാനാവാതെ ഒരു ശില പോലെ അവിടെ നിന്നു. ഓഫീസിൽ പോയിട്ടും രുദ്രനൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കരഞ്ഞു കറങ്ങി അവളുടെ മുഖം മാത്രം മനസ്സിലേക്ക് വന്നു. അവൻ ദേഷ്യം കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഫയലുകൾ തട്ടി താഴെയിട്ടു.
കണ്ണുകളടച്ചുകൊണ്ട് അവൻ ചെയറിലിരുന്നു. നന്ദയുടെ കരഞ്ഞ മുഖം, അവളുടെ കണ്ണുകളിലെ ഭയം എല്ലാം വീണ്ടും വീണ്ടും ഓർമ്മയിൽ മിന്നിമറയുകയായിരുന്നു. എന്നെ എന്തിനാ ഇതൊക്കെ ബാധിക്കുന്നത്? സ്വയം ചോദിച്ചെങ്കിൽ ഉത്തരമില്ലായിരുന്നു. അവനെന്തോ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തോന്നി. അവൻ കാറ് വേഗത്തിൽ ഓടിച്ച് വീട്ടിലെത്തി. പുറത്താരുടെയോ ചെരുപ്പ് അവൻ ശ്രദ്ധിച്ചു. വീടിന്റെ അകത്ത് കയറുമ്പോൾ തന്നെ ഒരു അസാധാരണ നിശബ്ദത അവനെ വലിച്ചു പിടിച്ചു. സാധാരണ നന്ദയുടെ ചെറു ശബ്ദമോ ചലനമോ കേൾക്കാറുള്ള വീടായിരുന്നത്. പക്ഷേ ഇന്നൊന്നുമില്ല. നന്ദ, ഉത്തരമില്ല. അവൻ ഹാളിലൂടെ നടന്നു അടുക്കളയിലേക്ക് നോക്കി. അവിടെ ആരുമില്ല. പെട്ടെന്ന് മുകളിലെ മുറിയിൽ നിന്ന് ചെറിയ ശബ്ദം കേട്ടു. പ്ലീസ് വേണ്ട, എന്നത് ചെയ്യല്ലേ. ആ ശബ്ദം കേട്ട നിമിഷം തന്നെ രുദ്രന്റെ മുഖം കടത്തു. അവൻ പടികൾ കയറി മുകളിലേക്ക് ഓടി. മുറിയുടെ വാതിലൽപ്പം തുറന്നിരുന്നു. അകത്ത് കണ്ട കാഴ്ചയിൽ അവൻ ഒരു നിമിഷം തറഞ്ഞുപോയി. മഹാദേവൻ നന്ദയെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയായിരുന്നു. നന്ദ ഭയത്തോടെ കൈകൾ തള്ളിമാറ്റി ആളെ വിട്ടുമാറാൻ ശ്രമിക്കുന്നു. കണ്ണുകൾ നിറഞ്ഞ മുഖം മുഴുവൻ ഭയത്തിൽ വിറക്കുന്നു. നന്ദ! രുദ്രന്റെ ശബ്ദം മുറി മുഴുവൻ ഇടിമുഴക്കമായി മുഴങ്ങി. അടുത്ത നിമിഷം മഹാദേവനോടെ കൈകളുടെ പിടിവിട്ടു. അയാൾ ഒരു നിമിഷം വിളറിപ്പോയി. ആ മോനെ ഇപ്പൊ വന്നു. ഞാൻ മോളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നാ. മോനെ വിട്ടു വരുന്നില്ലെന്ന് പറഞ്ഞ ഒരേ കരച്ചില്ല. മോൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വരണ്ട, ഇവിടെ തന്നെ നിന്നോട്ടെ. അച്ഛനെന്നാ പോട്ടെ, പോയിട്ട് കുറച്ച് തിരക്കണ്ടേ. ഒരുവിധം പറഞ്ഞൊപ്പിച്ച അയാൾ പുറത്തേക്ക് പോയി. എന്താ ഇത്? അയാൾ എന്താ നിന്നെ ചെയ്ത്? അവന്റെ കണ്ണുകളിൽ കോപം കത്തിയിരുന്നു. നന്ദ ആ നിമിഷം തന്നെ ഓടി വന്ന രുദ്രന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവളുടെ ശരീരം മുഴുവൻ വിറക്കുകയായിരുന്നു. എന്നെ അവിടേക്ക് പറഞ്ഞേക്കില്ലേ രുദ്രേട്ട, ഞാനിവിടെ ഒരു വേലക്കാരി പോലെ നിന്നോളാം. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. രുദ്രന്റെ കൈകൾ അവളെ മുറുകെ ചേർത്ത് പിടിച്ചു. റിലാക്സ്, ഞാനിവിടെ ഉണ്ടല്ലോ. അവന്റെ ശബ്ദം അത്രയും മൃദുവായിരുന്നു. അവൻ അവളെ പിന്നിലേക്ക് മാറ്റി നിർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്നോട് പറഞ്ഞെന്താ? അയാൾ നിന്നോട് എന്താ ചെയ്ത്? നന്ദ ഒന്നും പറയാൻ കഴിയാതെ വിറച്ചു. അവൻ നന്ദയുടെ മുഖം കൈകളെടുത്തു. പറമോളെ. അയാളെന്റെ അച്ഛനല്ലേ രുദ്രേട്ട. അവളുടെ വാക്കുകൾ മുറിഞ്ഞു. ഒരു നിമിഷം രുദ്രൻ ഞെട്ടിത്തിരിച്ചു പോയി. നീ എന്താ പറഞ്ഞു? എന്റെ അച്ഛൻ ഞാൻ കുഞ്ഞായിരിക്കുമ്പോ തന്നെ മരിച്ചു. അമ്മ പിന്നെ ഇയാളെ വിവാഹം കഴിച്ചു. ഒരു നിമിഷം അവൾ നിശബ്ദമായി നിന്നു. കണ്ണുനീർ തുടർച്ചയായി ഒഴുകി. ആ വീട്ടിൽ ഞാൻ സുരക്ഷിതയായിരുന്നില്ല. അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം ഈ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചു. അവിടുന്ന് പേടിച്ച് ശരിക്കും ഉറങ്ങാൻ പോലും എനിക്ക് പറ്റുമായിരുന്നില്ല. എന്നെ അയാളിൽ നിന്ന് സംരക്ഷിക്കാൻ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. പുറത്തയാൾ മാന്യതയുടെ മുഖംമൂടി ധരിച്ച് വേറെ ആരെങ്കിലും ഇതറിഞ്ഞ കൊല്ലെന്ന് പറഞ്ഞ അയാൾ അമ്മയെ ഭീഷണിപ്പെടുത്തി. അവൾ വാക്കുകൾ മുഴുവനാക്കാൻ പോലും കഴിയാതെ വിറച്ചു. എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടണമെന്നായിരുന്നു എൻ്റെ ഏക ചിന്ത. ഈ വിവാഹാലോചന വന്നപ്പോൾ അമ്മാമാരെല്ലാം വന്ന് നിർബന്ധിച്ചോണ്ടാ അയാൾ സമ്മതിച്ച്. രുദ്രേട്ട എന്നെ സംരക്ഷിക്കുന്ന ഞാനും കരുതി. അത് കേട്ട നിമിഷം രുദ്രന്റെ കണ്ണുകൾ കടത്തു. പക്ഷെ അത് ദേഷ്യമല്ല, മറ്റൊരു തരത്തിലുള്ള വേദനയും ഞെട്ടിലും. നിനക്ക് എന്നോട് പറയായിരുന്നില്ലേ? അവന്റെ ശബ്ദം ഇടറിപ്പോയി. ഞാൻ ആദ്യം എന്നെ പറയാൻ വന്ന കേൾക്കാൻ രുദ്രേട്ടൻ തയ്യാറായില്ലല്ലോ. പിറ്റേന്ന് രുദ്രേട്ടൻ ഫോണിലാരോട് സംസാരിക്കുന്നുണ്ടപ്പോൾ ഞാൻ തകർന്നു പോയി. പിന്നെ ഒന്നും പറയാൻ തോന്നിയില്ല. അരുണിന് അച്ഛൻ്റെ കാര്യം അറിയായിരുന്നു. അവനെനിക്ക് സഹോദരനെ പോലെയാണ്. ഞാൻ എൻ്റെ വിഷമങ്ങളൊക്കെ അവനോടാ പറയാറ്. അന്ന് അവനെന്നെ ആശ്വസിപ്പിച്ച മെസ്സേജാണ് രുദ്രേട്ടൻ കണ്ടത്. രുദ്രന്റെ ഹൃദയം തകർന്നു പോയി. ശരിയാണോ? താൻ അവളെ കേൾക്കാൻ തയ്യാറായില്ല. ഞാനത് തന്നെ വിഷമിക്കാൻ വെറുതെ ഫോണിൽ പറഞ്ഞ, കോളിൽ ആരില്ലായിരുന്നു. ഒരു മരയിപ്പോടെ രുദ്രൻ പറഞ്ഞു. അയാൾ നിന്നെ അവന് വാക്ക് പൂർത്തിയാക്കാൻ പോലും കഴിഞ്ഞില്ല. വല്ലാത്ത കുറ്റബോധം തോന്നി. നന്ദ വീണ്ടും അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു, കരച്ചിലടക്കാൻ കഴിയാതെ. എന്നെ അവിടേക്ക് തിരിച്ചയക്കല്ലേ പ്ലീസ്. ആ വാക്കുകൾ കേട്ടതും രുദ്രൻ അവളെ ശക്തമായി ചേർത്ത് പിടിച്ചു. ഈ തവണ അവരിൽ കോപമില്ലായിരുന്നു, സംശയമില്ലായിരുന്നു, വെറുപ്പുമില്ലായിരുന്നു. ഇല്ല, അവന്റെ ശബ്ദം ഉറച്ചതായിരുന്നു. നീ ഇനി ഒരിക്കലും അവിടെ പോയില്ല. അവനവളെ പതുക്കെ വിട്ട് അവളുടെ മുഖം കൈകൾ പിടിച്ചു. ഇനി മുതൽ നീ സുരക്ഷിതയാണ്, മനസ്സിലായോ? ഇത്രയും നാൾ വേദനിപ്പിച്ചതിന് ഒരു കുറവും വരുത്താ പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം. നന്ദ കരഞ്ഞുകൊണ്ട് തലകുലുക്കി. അവളുടെ വാടിയ മുഖം കാണെ അവന്റെ മനസ്സ് വിടഞ്ഞു. അവന്റെ നിമിഷം കണ്ണുകൾ അടച്ചു. ഉള്ളിൽ പടർന്ന കോപം മുഴുവൻ ഒതുക്കാൻ ശ്രമിച്ചു. പിന്നെ വളരെ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഇനി ഈ കാര്യം ഞാൻ നോക്കും, നീ അതാലോചിച്ച് പേടിക്കണ്ട. നന്ദ അവനെ നോക്കി. ആദ്യമായി അവളുടെ കണ്ണുകളിൽ ഭയത്തിന് പകരം പ്രണയം കണ്ടു. രാത്രി രുദ്രന്റെ ഗോഡൌണിൽ മഹാദേവൻ കെട്ടിയിട്ട നിലയിലായിരുന്നു. നിങ്ങൾ കാരണം ഞാൻ അനാഥനായി. പക്ഷെ അത് പണത്തിനോടുള്ള ആർത്തിയാണെന്ന് വിചാരിക്കാം. പക്ഷെ മകളെ പോലെ കണ്ട് സംരക്ഷിക്കേണ്ടവളെ മറ്റൊരു കണ്ണിൽ നോക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? മഹാദേവൻ എന്തോ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും രുദ്രാവനെ തടഞ്ഞു. എന്റെ ഭാര്യയെ തൊടാൻ ശ്രമിച്ചതിന് നിങ്ങൾ അനുഭവിക്കണം. അവന്റെ വാക്കുകളിൽ ഭീഷണിയല്ലായിരുന്നു, ഒരു ഉറച്ച തീരുമാനമായിരുന്നു. രുദ്രന്റെ കനത്തടിയിൽ മഹാദേവൻ ജീവച്ചവൻ പോലെയായി. പിന്നീട് നടന്ന് നിയമപരമായ നീക്കങ്ങളായിരുന്നു. തെളിവുകൾ ശേഖരിച്ച് മഹാദേവന്റെ എല്ലാ ക്രൂരതകളും പുറത്തു കൊണ്ടുവന്നു. പോലീസ് കേസെടുത്തു. അയാൾ ജയിലിലായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു രാത്രി പുറത്ത് നല്ല മഴയായിരുന്നു. പെട്ടെന്നൊരു ഇടിശബ്ദം വന്നു. രുദ്രേട്ടാ. പേടിയോടെ നന്ദ അവനെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു. എപ്പോഴും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല നന്ദ. അവന്റെ ശരീരം ചൂട് പിടിച്ച് തുടങ്ങിയിരുന്നു. നന്ദ ഒരു വിറയലോട് അകന്നു മാറി.
പക്ഷേ രുദ്രൻ അവളുടെ മേലെ സ്ഥാനം പിടിച്ചിരുന്നു. ഇപ്പോഴും പേടിയാണ് തന്നെ? രുദ്രൻ അത്രത്തോളം അരുമയായി ചോദിച്ചു. അല്ല, നന്ദ നാണത്തോടെ പറഞ്ഞു. പിന്നെ എനിക്കിഷ്ടം. അത് കേട്ടത് രുദ്രന്റെ ഹൃദയതാളം കൂടി. ഐ ലവ് യു നന്ദ. നിന്നെ ഞാൻ അന്നേ സ്നേഹിച്ചു തുടങ്ങിയായിരുന്നു പെണ്ണെ. പക്ഷെ എന്റെ പ്രതികാരത്തിനും വാശിക്കും ഇടയിൽ എന്റെ പ്രണയം ഞാൻ കുഴിച്ചു മൂടി. ഇനി എന്റെ ഉള്ളിൽ എല്ലാ സ്നേഹവും ഒട്ടും കുറയാതെ തന്നെ ഞാൻ നിനക്ക് തരും. രുദ്രൻ അവളെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. ആ മഴ പെയ്ത്ത് തോർന്നപ്പോഴേക്കും നന്ദ രുദ്രന്റെ സ്വന്തമായി കഴിഞ്ഞിരുന്നു.